ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മളെന്തായാലും ഇന്നെന്തായാലും ഒരു പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് ഗായ്സ് നമ്മളെന്തായാലും ഇന്നെന്തായാലും എത്തിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മളെന്തായാലും ഇന്നെന്തായാലും ഗായ്സ് നമ്മുടെ ഏതാണ് ലോക്കി ക്രാഫ്റ്റിൻ്റെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഗായ്സ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണം. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ ആരെങ്കിലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, എന്നാൽ എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എനേബിൾ ആവത്തുള്ളൂ. ഓക്കെ, അപ്പം എല്ലാ കാര്യങ്ങളെല്ലാം സെറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കിടുക്കാച്ച് വീഡിയോയിലാണ് ഗൈസ് ഞാൻ ഇന്നെന്തായാലും വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും ബെഡിലൊക്കെ കയറി എന്തായാലും കിടക്കുകയായിരുന്നു. ഓക്കെ, കുറച്ച് ടൈം എടുക്കുന്നത് വരാനായിട്ട്. ഓക്കെ, എന്തായാലും അത് വരട്ടെ. ഓക്കെ, ഇപ്പോൾ എന്തായാലും രാവിലെ ഞങ്ങളൊക്കെ ആയിട്ടുണ്ട്, ഞാൻ കിടന്ന് ഉറങ്ങിയായിരുന്നു. ഓക്കെ, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് നമ്മളെന്തായാലും ഒരു പ്രോജക്റ്റാണ് സത്യത്തിൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മളെന്തായാലും ഇന്ന് ചെയ്യാനായിട്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നെന്ന് വെച്ചാൽ നമ്മുടെ ജൂലൈ 1-ാം തീയതി ഞങ്ങളൊക്കെ അല്ലേ. ഇന്നെന്തായാലും നമ്മളാണെങ്കിൽ ഇന്ന് ജൂലൈ 1-ാം തീയതിയാണ്. അപ്പോൾ ഇന്നെന്തായാലും നമ്മുടെ ഡോക്ടേഴ്സ് ഡേയും കാര്യങ്ങളൊക്കെയാണല്ലോ. എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ഡോക്ടേഴ്സ് ഡേയും കാര്യങ്ങളൊക്കെയാണ് ഇന്നൊക്കെ. അപ്പം നമ്മുടെ ഡോക്ടേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നൊരു കിടുക്കാച്ച് സാധനം നമ്മളെന്തായാലും ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പം അതെന്താണ് സംഭവം എന്ന് ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഡോക്ടേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് എന്തായാലും ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഡോക്ടറിൻ്റെ സ്റ്റാച്ചു കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും ഉണ്ടാക്കാനായിട്ടാണ്. അതാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണം. ഓക്കെ, സത്യത്തിൽ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇവിടെ ഒരു വെള്ളത്തിൻ്റെ സെറ്റപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. വെച്ചാൽ ഡോക്ടർ ഇങ്ങനെ സെൻറ്ററിൽ വന്നിട്ട് സൈഡ് ഫുള്ളായിട്ട് ഇങ്ങനെ വെള്ളവും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കണം. ഓക്കെ, പക്ഷേ അത് ഒന്ന് സെറ്റാക്കി എടുക്കണം. അടി കൂടെ വെള്ളം ലീക്കാണ്, പക്ഷെ അത് കുഴപ്പമില്ല. കാരണം നമ്മൾ നല്ല പൊക്കത്തിലാണല്ലോ ഉണ്ടാക്കണം. ഓക്കെ, നമ്മൾ നല്ല ഹൈറ്റിലായിട്ടാണല്ലോ ഉണ്ടാക്കണം. അതുകൊണ്ട് അവിടെ നിന്ന് വെള്ളം കയറത്തില്ല. ഈ വെള്ളം ഒന്നും കുഴപ്പമില്ല. നമുക്ക് ഇതൊന്ന് ഫുള്ളൊന്ന് വെള്ളം കയറ്റി സെറ്റാക്കി ഒന്ന് എടുക്കണം. ഞാൻ ഇവിടെ ഇപ്പം ഡോക്ടേഴ്സ് ഡേ എന്ന് വലുതായിട്ട് ഇങ്ങനെ അടിച്ചെഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കെന്തായാലും നമ്മുടെ ഇതൊക്കെ ഇട്ട് നമുക്കൊന്നൊരു ബേസ് പോലെ കെട്ടിയിട്ട് അവിടെ നമുക്ക് നമ്മുടെ ഡോക്ടറിനെ അതൊക്കെ സെറ്റാക്കി വയ്ക്കാം. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഞാനിപ്പം ഒരു ബ്ലോക്ക് വെച്ച് എന്നിട്ട് ഈ അറ്റത്തായിട്ട് ഇവിടെ ആയിട്ടൊരു ബ്ലോക്ക് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്കിങ്ങനെ കറക്കി, അതായത് നമുക്കിങ്ങനെ രണ്ട് സൈഡിൽ ഇങ്ങനെ തുല്യമായിട്ട് ഇങ്ങനെ വരണ രീതിയിൽ നമുക്ക് വലുതായിട്ട് എന്തായാലും നമ്മുടെ ഡോക്ടറിൻ്റെ സ്റ്റാച്ചു എന്നൊക്കെ നമുക്ക് എന്തായാലും വയ്ക്കാം. നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് എന്തായാലും ഈ അടിയിലത്തെ ഈ ഒരു പോർഷനും കാണാൻ വയ്ക്കാം. ഓക്കെ, അടിയിൽ പിന്നെ നമുക്ക് പിന്നേലിടാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമ്മുടെ അടിയിലത്തെ ആ ഒരു പോർഷൻ്റെ ആ ഒരു സൈഡിലത്തെ രണ്ട് സ്ട്രക്ചറാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഞാൻ എന്തായാലും ഇതിപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് ഞാൻ ലെവൽ ഔട്ട് ചെയ്യണില്ല. നമുക്ക് ഫസ്റ്റ് നമ്മുടെ സ്റ്റാച്ചു അതൊക്കെ നമുക്ക് എന്തായാലും ഉണ്ടാക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും ഇങ്ങനെ എന്തായാലും വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നടുക്കിലായിട്ട് സ്റ്റാച്ചു വെള്ളമൊക്കെ ബിൽഡ് ചെയ്യാം. അപ്പം സ്റ്റാച്ചു വെക്കാനായിട്ട് നമുക്ക് എന്തായാലും സ്റ്റാച്ചുവിന് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും പിന്നെ ഒരു ലെയറും കൂടെ എന്തായാലും ഇങ്ങനെ എന്തായാലും എടുക്കണം. ഓക്കെ, നമുക്കപ്പം സ്റ്റാച്ചു ഏകദേശം ഒരു ഇത്രത്തോളം വലിപ്പം വരുന്നുണ്ട്. ഓക്കെ, അത് വലിയൊരു സ്റ്റാച്ചു ആണ് ഉദ്ദേശിക്കണം. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു പോർഷൻ എന്തായാലും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് നമുക്കൊന്ന് കവർ ചെയ്തൊന്ന് എടുക്കണം. ഫുള്ളായിട്ട് നമ്മുടെ ആ ഒരു കളർഫുള്ളായിട്ടുള്ള ബ്ലോക്കുകൾ ഞങ്ങളൊക്കെ വെച്ചു. ഓക്കെ, നമുക്ക് താഴെ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിവിടെ ഗ്രാസ് വെച്ചാലാ? ഗ്രാസ് വയ്ക്കായിരുന്നു അല്ലേ? ഗ്രാസ് വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ലുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ എന്തായാലും 1 ഇഞ്ച് കുറഞ്ഞു പോയി. ഓക്കെ, ഇതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ ഇത് ഫുള്ളായിട്ടിട്ട് കവർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അത് അവസാനം ചെയ്യാം. നമുക്ക് ഡെക്കറേഷനൊക്കെ ഫസ്റ്റ് നമുക്ക് നമ്മുടെ സ്റ്റാച്ചുവിനെയാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പം ഇത്രയുണ്ട്, അവിടെ ഇത്രയുണ്ട്. ഓക്കെ,
നമുക്ക് ഇവിടെ എത്രയും ചെയ്ത് നോക്കി. ഇനി നമുക്ക് ഗ്രാസ് ബ്ലോക്കും ഞങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ വയ്ക്കാം. ഇവിടെ നമുക്ക് ഗ്രാസ് ബ്ലോക്കും ഞങ്ങൾക്ക് വയ്ക്കാം. ഗ്രാസ് ബ്ലോക്ക് വയ്ക്കുമ്പോൾ കുറേ കൂടെ ഭംഗിയും ഞങ്ങൾക്ക് ഇട്ട് നോക്കി അന്നായിട്ടാണ്. ഓക്കെ, നമുക്ക് അടിയിലും ഞങ്ങളൊക്കെ ഗ്രാസ് ബ്ലോക്കും ഞങ്ങളൊക്കെ വയ്ക്കാം. നല്ലൊരു ഡോക്ടറിനെ ഞങ്ങളൊക്കെയാണ് ഞാൻ എന്തായാലും ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിച്ചേക്കണം. ഓക്കെ, അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ നമുക്ക് ഡോക്ടറിനെ ഞങ്ങളൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഡോക്ടറിൻ്റെ ആ ഒരു പോർഷൻ്റെ ഒരു സൈഡാണ് ഇതെന്ന് വെച്ചാൽ. ഓക്കെ, ഞാൻ പിന്നെ ഉണ്ടാക്കണ ഈ ഒരു സാധനം പിന്നെ പൊട്ടിച്ചെന്തായാലും കളയത്തില്ല. ഓക്കെ, പൊട്ടിച്ച് മീൻസ് ഞാൻ ഇതൊന്നും തന്നെ പൊളിക്കത്തില്ല, ഇതേപോലെ തന്നെ വെച്ചിരിക്കും. ഓക്കെ, കാരണം വെച്ചാൽ നമ്മുടെ ഈ ഒരു ഫ്ലാറ്റ് ഏരിയയിൽ ഞങ്ങളൊക്കെ ഫുള്ളായിട്ട് അൺമിറ്റഡ് ആണ്. ഓക്കെ, നമുക്ക് ഇഷ്ടം പോലെ സ്ഥലങ്ങളും ഞങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒന്നും പൊളിക്കേണ്ടി ഒന്നും വരില്ല. ഓക്കെ, മറ്റല്ലാത്ത അതെടുക്കുമ്പോഴാണ് നമുക്ക് സീൻ. ഓക്കെ, അല്ലാത്ത നമുക്ക് സ്ഥലവും ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ നമ്മളതൊന്ന് ലെവൽ ഔട്ട് ചെയ്തൊന്ന് ക്ലിയർ ചെയ്തെടുക്കണം. ഓക്കെ, ഇത് പക്ഷേ നമുക്ക് ലെവൽ ഔട്ട് ചെയ്തൊന്നും വേണ്ട, നല്ല വലുപ്പവും ബാക്കി സാധനങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഈ സാധനത്തിനാണ് ഈ അടിയിലോട്ട് ഒട്ടും തന്നെ എന്തായാലും വലുതായിട്ടൊന്നും താഴ്ചയൊന്നും തന്നെ ഇല്ല. ഞാനിപ്പം ഏതാണ് 1 2 3 ബ്ലോക്ക് പൊട്ടിച്ചപ്പോൾ തന്നെ അടിയിലത്തെ ആ ഒരു പോർഷൻ കാണും. ഓക്കെ, അതും കൂടെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സാധനത്തിൻ്റെ അഡീഷൻ പൊളിഞ്ഞ് നമ്മൾ നേരെ താഴെ പോകും. ഓക്കെ, ഈ ഒരു സംഭവത്തിൻ്റെ പ്രശ്നം അതാണ്. ഓക്കെ, പക്ഷെ ഒറിജിനൽ മൈൻക്രാഫ്റ്റിന് ഇങ്ങനെ ഒരു കുഴപ്പം ഉണ്ടാകുമെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഈ ഒരു ഫ്ലാറ്റിന് സംഭവത്തിന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഓക്കെ, അത് പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇവിടെ ഇപ്പം ഞാൻ എന്തായാലും സ്പീഡിൽ എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും നമുക്ക് എന്തായാലും ഈ ഒരു സാധനം ഇങ്ങനെ കെട്ടി വയ്ക്കും. ഓക്കെ, സ്പീഡിലങ്ങ് ചെയ്യാം. എൻ്റെ ഓമ്പോ എന്തൊരു സ്പീഡ്! എൻ്റെ ഓമ്പോ ഞാൻ പറത്തി അങ്ങനെയാണ്. ഈ ബേസ് ഉണ്ടാക്കാനാണ് പാട് ഭയങ്കര. ഓക്കെ, ഇതിന് ബേസൊന്നും വേണ്ടായിരുന്നു സത്യത്തിൽ, പക്ഷെ ഒരു ഭംഗിക്കായിട്ട് ഇരിക്കട്ടെ. ഓക്കെ, ഇവിടെയാണ് ഞാൻ ഡോക്ടറിനെ വയ്ക്കാൻ ഉദ്ദേശിക്കണം. ഓക്കെ, നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും ഡോക്ടറിനെ ഞങ്ങൾക്ക് ഈ സൈഡിലായിട്ട് നമുക്ക് എന്തായാലും സെറ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും എല്ലാം ഒന്ന് എന്തായാലും സെറ്റ് ചെയ്യട്ടെ. ഓക്കെ ഓക്കെ നമ്മളങ്ങനെ ഫൈനലി അതങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡോക്ടറിനെ ഇവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ എന്തായാലും ബ്ലോക്കുകൾ ഞങ്ങളൊക്കെ എന്തായാലും ഞാൻ എന്തായാലും എടുക്കുകയാണ്. ഞാനായിട്ട് നമുക്ക് ബ്ലോക്കൊക്കെ ഉള്ള ആ ഒരു പോർഷനിലോട്ട് ഞാൻ വന്നിട്ടുണ്ട്. നമുക്കിവിടെ ബ്ലാക്ക് വൈറ്റ് റെഡ് ഉണ്ട്, ഈ ബ്ലൂ, ഇത്രയും കളർ മതിയെന്ന് തോന്നുന്നില്ല. പിന്നെ കാർപ്പറ്റും എടുത്ത് വെച്ചേക്കാം ആവശ്യം വരും. ഇതല്ല, നമുക്ക് ഈ കാർപ്പറ്റ് എടുത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ നമുക്കിപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എന്തായാലും ഡോക്ടറിൻ്റെ ഷൂ കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ എന്തായാലും ഇങ്ങനെ എന്തായാലും വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്തായാലും ഇങ്ങനെ എന്തായാലും വയ്ക്കുകയാണ്. ഷൂവിൻ്റെ അടിവശമാണ്. ഓക്കെ ഓക്കെ അപ്പം ഞാൻ എന്തായാലും ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ എന്തായാലും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതും ഇത്ര മതി. ഓക്കെ, ഞാൻ അങ്ങനെ അടിവശം എടുത്താൽ അത് ക്ലിയർ ചെയ്തെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് ബ്ലാക്ക് എടുത്തിട്ട് ഷൂവിൻ്റെ മണ്ടൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ ചുരുക്കൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് നമുക്ക് എന്തായാലും ഷൂവിൻ്റെ മണ്ടൊക്കെ എന്തായാലും എടുത്ത് വയ്ക്കും. ഓക്കെ, സൈഡ് മാത്രം അടച്ചാൽ വയ്ക്കും, മെയിൻ പോർഷൻ എന്തായാലും ഇങ്ങനെ എന്തായാലും അതെന്തായാലും ഞാൻ എന്തായാലും അടച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഈ കളറില്ലേ, ഈ ബ്ലൂ പോലത്തെ ഇതെടുത്ത് നമ്മുടെ ഷൂവിൻ്റെ ടോപ്പ് ലെയറിൽ ഇങ്ങനെ കൊണ്ട് വയ്ക്കണം. വെച്ചിട്ട് ഈ രണ്ട് സംഭവം കട്ട് ചെയ്യണം. അത് അല്ലെങ്കിൽ അതിരിക്കട്ടെ, ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, നമ്മളെന്തായാലും ഷൂവിൻ്റെ ഇങ്ങനെ ഒരു പോർഷൻ എന്തായാലും വെച്ചിട്ടുണ്ടാക്കി നമുക്ക് എന്തായാലും സ്പീഡപ്പായിട്ട് നമുക്ക് എന്തായാലും ചെയ്യാം. ഓക്കെ, എന്തായാലും ബാക്ക് പോർഷൻ ഞങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ എന്തായാലും ഷൂ ഞങ്ങളൊക്കെ എന്തായാലും ഇങ്ങനെ എന്തായാലും ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് ഷൂ ഇത്രയൊക്കെ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഷൂ വയ്ക്കാം. അടുത്ത ഷൂവിൻ്റെ പോർഷൻ വയ്ക്കാം. ഇവിടെ നമ്മൾ ഒരു ലൈൻ വിട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അതേപോലെ തന്നെ സെയിം ടു സെയിം ഒരളവിൽ നമുക്ക് എന്തായാലും ഓക്കെ. നമുക്കിപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ ഇപ്പം സാധനം എന്തായാലും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് പോർഷനും നമുക്ക് അതിൻ്റെ മണ്ടൊക്കെ ആയിട്ട് വെച്ചെടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മുടെ ആ ഒരു സെയിം സാധനം തന്നെ ഇതിൻ്റെ മണ്ടയ്ക്ക് വെച്ചെടുക്കണം. ഓക്കെ, ഇനി ഇതെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ പോർഷൻ വിട്ടിട്ട് ഫ്രണ്ട് ഇങ്ങനെ അടയ്ക്കണം. ഇത് വേണ്ട, ഫ്രണ്ടിൽ വേണ്ടേ ഈ പോർഷനായിട്ടുള്ള പോർഷനില്ല അവിടെ ഒന്നും ചെയ്യല്. ഈ ഷൂ ഇച്ചിരി ബാക്കിലോട്ടായി പോയാ ഇല്ല, അത് ഫ്രണ്ട് എടുത്ത കുഴപ്പമില്ല, ശരിയാക്കാം. ഷൂവിൻ്റെ വീതി പറഞ്ഞു. ഓക്കെ ശരിയല്ല, അത് റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ ഞാൻ ഷൂവിൻ്റെ വീതിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ഇവിടെ കറക്റ്റ് അല്ലേ, ഹൈറ്റൊക്കെ സെയിം അല്ലേ. ഇനി നമുക്ക് പുറകിലോട്ട് നമുക്കങ്ങ് ഉണ്ടാക്കാം. ഈ ഡോക്ടറുടെ പണി ഇനി തോന്നില്ല ഇന്ന് തീരുമെന്ന്, പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ ഞാൻ ഇനി അത്ര വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു വൈറ്റ് കളർ ബ്ലോക്ക് എടുത്തിട്ട് ഇങ്ങനെ ഞാൻ എന്തായാലും വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എടുക്കാം. എന്തായാലും ഇങ്ങനൊരു സംഭവം വെച്ചിട്ടുണ്ട് ഡോക്ടറിൻ്റെ കാലായിട്ടൊക്കെ. അതധികം എടുക്കണ്ട, പക്ഷെ ഇത്രയും ഇനി നമുക്ക് ഇതേപോലെ തന്നെ അങ്ങ് ഇതേപോലെ തന്നെ 1 2 3 4 5 6 7 8 അടിയോളം ഞാൻ എന്തായാലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ 8 അടിയോളം ഞാൻ എന്തായാലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഞാൻ എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും ഇത്ര 8 അടിയോളം ഞാൻ എന്തായാലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അപ്പം ഞാൻ ഇങ്ങനെ ഒരു കാലിൻ്റെ ഒരു സംഭവം ഞാൻ ഇങ്ങനെ 8 അടിയോളം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ സെയിം പൊസിഷനിൽ തന്നെ ഇവിടെ ഇതേപോലെ നമുക്ക് 8 അടിയോളം എടുക്കാം. ഓക്കെ 1 2 3 4 5 അല്ല 1 2 3 4 5 6 7 8. ഓക്കെ 8 അടി കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഹൈറ്റ് കൂടിയോ? 1 2 അല്ല സോറി 1 2 3 4 5 6 7 8. എനിക്ക് തെറ്റിപ്പോയത്. ഓക്കെ ഇത് രണ്ടും വേണ്ട, 8 അടി മതി. ഇതേപോലെ തന്നെ സെയിം ടു സെയിം ഞാൻ ഇപ്പുറത്ത് ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പക്ഷെ വലുതാണോ എനിക്കൊരു സംശയം. യെസ് ചെറിയൊരു വലിപ്പം കൂടുതലാണ്, കുഴപ്പമില്ല. പുറത്ത് അതേപോലെ ആക്കി പൊട്ടിക്കേണ്ടതാണ്. ഓക്കെ ഇപ്പം രണ്ടും ഒരേപോലെ ആയിട്ടുണ്ട്. 9 ഉണ്ടെന്നാണ്, 1 ആയിട്ടുണ്ട് താഴെ, 2 3 4 5 6 7 8. ഓക്കെ കറക്റ്റ് ആയിരുന്നു, 8 ആയിരുന്നു. ഞാൻ അവിടെ 7 വെച്ചോളൂ. ഓക്കെ അപ്പോൾ ഇത് 2 8 ഞാൻ എന്തായാലും കൊടുത്തിരിക്കണം. ഇത് 2 8. ഇനി നമുക്ക് ഈ കളർ ഇല്ലേ ഇതിങ്ങനെ മുകളിൽ വെച്ചെടുക്കണം. നമുക്കെന്തായാലും ഇങ്ങനെ എന്തായാലും കൊടുക്കാം. ഓക്കെ എങ്ങനെ ആവുമെന്ന് എനിക്കറിഞ്ഞൂടാ, നമ്മുടെ ഡോക്ടർ നമുക്ക് ചെയ്തൊരു പറയാം. നല്ല കോമഡി ഡോക്ടർ ആവും കണ്ടറിയ കേട്ടറിയ. ഓക്കെ അപ്പം ഞാൻ എന്തായാലും നമ്മുടെ ഡ്രസ്സൊക്കെ ഞാൻ എന്തായാലും ഇങ്ങനെ എന്തായാലും വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ എന്തായാലും താത്തി ഇങ്ങനെ കൊടുത്തിട്ട് ഈ പോർഷൻ ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം.
ഓക്കെ, ഞാൻ എന്തായാലും ഇങ്ങനെ എന്തായാലും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോർഷനൊക്കെ ഇതും കൂടെ ഒന്ന് കറക്റ്റാക്കി വെക്കാം. അത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പോർഷൻ ഓക്കെ അതായിട്ടുണ്ട്. ഇനി ഈ സൈഡ് ഒരെണ്ണം മതി. ഓക്കെ ഓക്കെ, ഇത്ര അടിയോളം എടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ, സിമ്പിൾ പരിപാടിയാണ്. ഓക്കെ, നമുക്ക് കാലിൻ്റെ പുറകു വശം ചെയ്യാം. ഓക്കെ, ഈ സൈഡ് നമ്മുടെ ഡോക്ടർ എങ്ങനെയാവുമെന്ന് എന്തായാലും എന്നെ കൊണ്ട് പറ്റണ പോലെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടൊക്കെ. ഓക്കെ, നമ്മളിപ്പോൾ ഇതൊരേപോലെ എടുത്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അപ്പം ഇങ്ങനെ എന്തായാലും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഒന്ന് എന്തായാലും പൊക്കിയെടുക്കാം. ഓക്കെ, കുറച്ചും കൂടെ ഒന്ന് എന്തായാലും നമ്മുടെ ഇതും കാണുന്നപ്പോൾ ഒന്ന് പൊക്കിയെടുക്കാം. ഓക്കെ, ഒരു എത്ര കുറച്ചും കൂടെ ഇത്രയൊക്കെ പൊക്കിയെടുക്കണം, അല്ലെങ്കിൽ വൃത്തിയിടാൻ ഒരു ഭംഗി കിട്ടത്തില്ല. ഓക്കെ, അതാണ്. ഓക്കെ, അയ്യോ ചെറുതായിട്ടൊരു പടിപാളി, ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ അത് പോയിട്ടുണ്ട്. സാരമില്ല. ഓക്കെ, നമുക്കിങ്ങനെ ബാക്ക് അടിച്ചിട്ട് അയ്യോ സോറി ഇങ്ങനെ ബാക്ക് എടുത്തിട്ട് അത് മാത്രം ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ, നമ്മുടെ ഗെയിമിലും കണക്കെ തിരിച്ച് പിന്നെയും കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഒന്നും കൂടെ എടുക്കാം. അതങ്ങനെയാണ്, ചെറിയൊരു പ്രശ്നമുണ്ട് നമ്മുടെ ഗെയിമിനൊക്കെ. പക്ഷേ ഗെയിം പൊളിയാണ്. ഓക്കെ, ഡോക്ടർ എങ്ങനെയാവും എന്തോ എനിക്കറിഞ്ഞൂടാ. എന്നെ കൊണ്ട് പറ്റണ പോലെ ഉണ്ടാക്കുന്നു. മിക്കവാറും ഇതിനൊരു സെക്കൻഡ് പാർട്ട് മിക്കവാറും കാണാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്തായാലും വരട്ട്. ഓക്കെ, എന്തായാലും നമുക്കെന്തായാലും നോക്കാം ഗൈസ്. ഓക്കെ ഓക്കെ, അങ്ങനെ അത് വന്നിട്ടുണ്ട്. ഓക്കെ, അത് കറക്റ്റായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഇപ്പം ഇങ്ങനെ വച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ അങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെ ഫുള്ളായിട്ട് അങ്ങ് അടച്ചു കൊടുക്കാം. ഓക്കെ ഓക്കെ, ഞാൻ അങ്ങനെ ഒരു കാലം അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് അത്യാവശ്യം. ഇനി ഒരു കാലം കൂടെ, ഇതും കൂടെ കഴിഞ്ഞാലേ അത്രയും കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ എന്തായാലും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ സൈഡും അതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ, ഇവിടെ തെറ്റിയോ? ഇല്ല, ഇവിടെ ഇങ്ങനെ എനിക്ക് കറക്റ്റ്. ഇവിടെ പക്ഷേ തെറ്റിയാലൊന്നൊരു സംശയം. എവിടെയാണല്ലോ തെറ്റിയ? അവിടെ തെറ്റിയൊന്നുമില്ല. അയ്യോ തെറ്റിപ്പോയി. ഓക്കെ, ഞാൻ എന്തായാലും കറക്റ്റായിട്ട് അത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തെറ്റായിരുന്നു, അല്ല എൻ്റെ അല്ല. ഓക്കെ ഓക്കെ, നമ്മളങ്ങനെ അതെന്തായാലും ഫുള്ളായിട്ട് എന്തായാലും അടച്ച് ക്ലോസ് ചെയ്ത്, ഇനി നമുക്ക് ഈ മേളിലോട്ടുള്ള ഈ ഒരു പാൻറ്റിൻ്റെ പോർഷല്ലേ അതും കൂടെ ഒന്ന് പൊക്കി കൊടുക്കാം. ഓക്കെ, അത് അലമ്പാവും. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഇത്രത്തോളം ഞാൻ എന്തായാലും പൊക്കിയിട്ടുണ്ട്. നമുക്ക് അടിയിലും കൂടെ അല്ലെങ്കിൽ പൊക്കാം. ഓക്കെ, ഞാൻ എന്തായാലും അടിയിലും കൂടെ എന്നാലും അതങ്ങനെ എന്തായാലും പൊക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഗ്യാപ്പ് അങ്ങ് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു പോർഷൻ എന്തായാലും ഫുള്ളായിട്ട് ഇങ്ങനെ അടയ്ക്കാം.
ഓക്കെ ഞാൻ ഇങ്ങനെ അടച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ മതി ഗൈസ് ഇന്നത്തെ ഈ ഒരു മേക്കിംഗ് വീഡിയോ. ഇതിൻ്റെ ബാക്കി അടുത്ത ഇടുന്നതാണ്. അപ്പം അടുത്തൊരു കിടുന്ന വീഡിയോ കാണാറ്. ഗുഡ് ബൈ, ടേക്ക് കെയർ.